നെട്ടൂരിലെ വീട്ടമ്മ ആഹ്ലാദത്തിലാണ്. ലോട്ടറി അടിച്ചില്ലെന്ന് തെളിഞ്ഞതിന്റെ ആശ്വാസം. ബമ്പറടിച്ച ടിക്കറ്റ് വിറ്റ നെട്ടൂരിലെ ഏജന്റ് ലതീഷ് ഞായറാഴ്ച നടത്തിയ വെളിപ്പെടുത്തലിന് കാരണം സമാധാനം പോയ ഈ വീട്ടമ്മയുടേതായിരുന്നു. ബമ്പറടിച്ച ടിക്കറ്റ് വിറ്റ നെട്ടൂരിലെ ഏജന്റായ ലതീഷ് ഞായറാഴ്ച നടത്തിയ വെളിപ്പെടുത്തൽ കാരണം സമാധാനം പോയത് ഒരു വീട്ടമ്മയ്ക്കായിരുന്നു. ഈ വീട്ടമ്മയ്ക്കാണ് ലോട്ടറി അടിച്ചതെന്നായിരുന്നു ലതീഷ് പറഞ്ഞത്. വീട്ടമ്മ ഉടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്നും പറഞ്ഞു. പിന്നീട് ജനക്കൂട്ടത്തെ ഭയന്ന് എത്തില്ലെന്നും അറിയിച്ചു. എന്നാൽ വീട് ഏതാണെന്ന് മാധ്യമങ്ങൾ അറിയുകയും ചെയ്തു. ഇതോടെ വീട്ടമ്മയുടെ സമാധാനം പോയി. അടിക്കാത്ത ലോട്ടറിയുടെ പേരിൽ കോടിപതി ചർച്ചയിലുമെത്തി. നെട്ടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീക്കാണ് ബമ്പറടിച്ചതെന്നാണ് താൻ കരുതുന്നത് എന്നായിരുന്നു ലതീഷ് പറഞ്ഞത്. ലതീഷിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ബമ്പറടിച്ചെന്ന് സംശയിക്കുന്ന സ്ത്രീയുടെ വീടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് വാർത്താ ചാനലുകളും മറ്റും. തനിക്ക് സമ്മാനം അടിച്ചിട്ടില്ലെന്ന് ഇവർ പല ആവർത്തി പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. മാധ്യമങ്ങൾ തിങ്കളാഴ്ച രാവിലെ മുതൽ വീണ്ടും ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് തമ്പടിച്ചു. നാട്ടുകാർ മാധ്യമ സംഘങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു. സ്ത്രീ ടിക്കറ്റുമായി ബാങ്കിലേക്ക് പോകുന്നതും ഫോട്ടോ പകർത്താനായും കാത്തിരുന്നു. ഇതിനിടയിലാണ് തുറവൂരിലെ ഭാഗ്യവാന്റെ കഥ പുറത്തായത്. നെട്ടൂരിലെ വീട്ടമ്മയ്ക്ക് സമാധാനമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞത് അപ്പോൾ മാത്രമാണ്. ഈ വീട്ടമ്മയെ ചുറ്റിപ്പറ്റി AI ചിത്രത്തിന്റെ അകമ്പടിയോടെ കഥന വരെ പ്രചരിച്ചു. ഇതെല്ലാം വൈറലായി. ഇതോടെ വീട്ടമ്മ ആകെ പ്രതിസന്ധിയിലായി. ബമ്പർ ഭാഗ്യവാൻ ശരത് എസ് നായർ ജോലി ചെയ്തിരുന്ന പെയിന്റ് ഗോഡൌണിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട്ടമ്മയുടെ വീട് എന്നതും യാദൃച്ഛികതയായി. ഈ ഗോഡൌണിലെ ജീവനക്കാരനായ ശരത് വർഷങ്ങളായി ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. തിങ്കളാഴ്ച രാവിലെയും ഗോഡൌണിലെത്തിയ ശരത് ഉടൻ തന്നെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് തുറവൂരിലേക്ക് മടങ്ങുകയായിരുന്നു. വെളിച്ചെണ്ണക്കടയിൽ ഓണം ബമ്പറിന്റെ 25 കോടി അടിച്ചിരിക്കുന്നു. നെട്ടൂരിലെ രോഹിണി ട്രേഡേഴ്സ് എന്ന വെളിച്ചെണ്ണക്കടയുടെ മുന്നിൽ ഞായറാഴ്ച പുതിയ ഫ്ലെക്സ് ബോർഡ് വന്നു. ഇവിടെ വെളിച്ചെണ്ണയ്ക്കൊപ്പം ലതീഷ് ലോട്ടറി കച്ചവടവും നടത്തി വരികയാണ്. ഇതിനിടെ ബമ്പറടിച്ചത് നെട്ടൂർ സ്വദേശിക്കാണെന്ന് ഏജന്റ് സംശയം പ്രകടിപ്പിച്ചതോടെ ഭാഗ്യവതിയെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളും സജീവമായി. ഏജന്റ് നൽകിയ സൂചന അനുസരിച്ച് നെട്ടൂർ സ്വദേശിനിയുടെ വീടായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. രാവിലെ വീട്ടിൽ അവരെ സമീപവാസികൾ കണ്ടെങ്കിലും പിന്നീട് വീട് പൂട്ടിയ നിലയിലായിരുന്നു. അന്വേഷിച്ചവരോട് താൻ ലോട്ടറി എടുത്തിരുന്നുവെന്നും ചെറിയ നമ്പറിന്റെ വ്യത്യാസത്തിൽ ബമ്പർ സമ്മാനം നഷ്ടമായെന്നുമാണ് അവർ പറഞ്ഞത്. ഭാഗ്യവതിയുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നതിനിടെ ലോട്ടറി അടിച്ച വനിത ഉച്ചയ്ക്ക് 12 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് ഏജന്റ് പറഞ്ഞു. അതോടെ എല്ലാവരും ലതീഷിന്റെ കടയിലും പരിസരത്തുമായി തമ്പടിച്ചു. ഭാഗ്യവതി പ്രത്യക്ഷപ്പെടുന്നതും കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് ഉച്ചയായപ്പോൾ ഏജന്റ് പക്ഷേ മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് വിറ്റ ടിക്കറ്റിൽ നെട്ടൂരിലുള്ള ഒരു സ്ത്രീക്കാണ് ബമ്പർ അടിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊരു സാധാരണ സ്ത്രീയാണ്. ഇവിടുത്തെ ആളും ബഹളവും കണ്ട് അവർ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടേക്ക് വരില്ല. നാളെ അവർ ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ അറിയാനാകും. ദയവായി ഇനി ഇവിടെ കൂടി നിന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. കൂപ്പുകൈകളോടെ ലതീഷ് പറഞ്ഞതോടെ ഭാഗ്യവതിയുടെ സസ്പെൻസ് പിന്നെയും നീണ്ടു. ബമ്പർ അടിച്ചെന്ന് സംശയിക്കുന്ന സ്ത്രീ ജോലി ചെയ്യുന്നത് ചന്തൂരിലുള്ള ചെമ്മീൻ ഫാക്ടറിയിലായിരുന്നു.